വാർത്തയിലേക്ക്. ആധുനിക കാലഘട്ടത്തിൽ വായനശാലകളുടെ പ്രതാപത്തിന് മങ്ങലേൽക്കുന്നു. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തരവും സമൂഹത്തിൽ വായനശാലകൾ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു. വായനശാലകളിലെത്തി പുസ്തക വായനയും സാഹിത്യ സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകളും സജീവമായിരുന്ന വായനശാലകൾ ഇന്ന് മിക്കവാറും നിശബ്ദമോ നിർജീവമോ ആണ്. വിത്തനശ്ശേരി NMMYMC റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിക്ക് 75 വർഷത്തെ പാരമ്പര്യമുണ്ട്. 1955 25 അംഗങ്ങളുമായി പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 280 അംഗങ്ങളുണ്ട്. 13,500-ൽ കൂടുതൽ പുസ്തകങ്ങളുള്ള വായനശാലയ്ക്ക് A ഗ്രേഡ് അംഗീകാരമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകിയിരുന്നതെങ്കിൽ നിലവിൽ B ഗ്രേഡായി താഴ്ന്നു. വായനശാല, ലൈബ്രറി, PSC പരീക്ഷാ പരിശീലന കേന്ദ്രം, ബാലവേദി, റഫറൻസ് കേന്ദ്രം എന്നിവ പ്രവർത്തിക്കുന്ന വായനശാലയിൽ ടെലിവിഷനെ അടുപ്പിച്ചിട്ടില്ല. സ്ഥാപനത്തിന്റെ പ്രതാപകാലത്ത് 100-ൽ കൂടുതൽ പേർ വായനശാലയിലെത്തിയിരുന്നു. വൈകുന്നേരങ്ങളിൽ 50-ൽ താഴെ പേർ ഒന്നിച്ചെത്തി വായനയും ചർച്ചയും പഠനവും നിരൂപണവും സമകാലീന സംഭവങ്ങളും ചർച്ച ചെയ്ത് സായാഹ്നം സജീവ ചർച്ചയ്ക്ക് വേദിയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിത്യസന്ദർശകർ 30-ൽ താഴെയായി ചുരുങ്ങി. ദിനാചരണങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കാൻ കുറച്ചുപേരെത്തുന്നതോടെ അല്പസമയം സജീവമാകും. വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പുസ്തകം വായിക്കാൻ നൽകുന്നു. സാധാരണ അംഗത്വം, ആജീവനാന്ത അംഗത്വം എന്നിവയും നൽകിവരുന്നു. നല്ലൊരു കെട്ടിടവും വായനാമുറിയും വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളുമുണ്ടെങ്കിലും അതിന്റെ സംവിധാനം വേണ്ടത്ര പ്രയോജനപ്പെടുത്താറില്ല. MP മധുസൂദനൻ, C രാജഗോപാലൻ, P പത്മനാഭനുണ്ണി എന്നിവരാണ് നിലവിൽ നേതൃത്വം കൊടുക്കുന്നത്. നാടിൻ്റെ സാംസ്കാരിക സ്പന്ദനങ്ങളായിരുന്നു ഒരു കാലത്ത് വായനശാലകളൊക്കെ തന്നെ. സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളെയും നേരിടാനുള്ള കരുത്ത് വായനശാലകളുടെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ നേടിയെടുത്തൊരു കാലമുണ്ടായി. ഒരു തരത്തിൽ പറഞ്ഞാൽ വായനശാലകളൊക്കെ തന്നെ ഗ്രന്ഥശാലകളായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപജയത്തിൻ്റെ ആദ്യത്തെ തുടക്കം. ഗ്രന്ഥശാല പ്രസ്ഥാനം സത്യത്തിൽ വായനയ്ക്ക് പരിപോഷണത്തിന് വേണ്ടി തുടങ്ങിയിരുന്നുവെങ്കിലും വായനയിലൂടെ അറിവ് നേടുക, സമാന്തര വായനയിലൂടെ വിദ്യാഭ്യാസം കൂടുതൽ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്ത സമൂഹത്തിൽ വളരെയധികം നിലനിന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് വായനയ്ക്ക് പകരം മറ്റ് പല മാധ്യമങ്ങളെയും ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അറിവ് നേടാൻ വിവിധ ഉപാധികളെ ആശ്രയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വായന എന്ന് പറയുമ്പോൾ അതൊരു മാനസികമായിട്ടുള്ള ഒരു വ്യായാമം കൂടെയാണ്. അത് സമകാലിക പ്രശ്നങ്ങളെ മനസ്സിരുത്തി അപഗ്രഥിക്കാനുള്ള കാര്യമായിട്ട് മാറും ഈ വായന. അപ്പോൾ തീർച്ചയായിട്ടും വായനശാലകൾക്ക് നിസ്തുലമായിട്ടുള്ളൊരു പങ്കുണ്ട്. അതിലുപരി ജീവിതഗന്ധിയായിട്ടുള്ള പല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാവിധ കാര്യങ്ങളെയും ഒരു പരിഹാര മാർഗമായി കാണാനും ഒരു ഒത്തുചേരൽ കൂടിയാണ് വായനശാല കേന്ദ്രങ്ങൾ. വായന വീണ്ടും സജീവമാകുമെന്നും ആധുനിക വിവരസാങ്കേതിക സംവിധാനങ്ങൾ എത്ര സജീവമായാലും മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും സാമൂഹ്യമാധ്യമങ്ങളും സജീവമായാലും സൗഹൃദവും കൂട്ടായ്മയും ഊർജ്ജസ്വലമാക്കാനും സംവദിക്കാനും ലൈബ്രറികളും റീഡിംഗ് റൂമുകളും ഫലപ്രദമാണെന്നും വിളിച്ചോതുന്ന തരത്തിൽ തലയെടുപ്പോടെ സ്ഥിതി ചെയ്യുകയാണ് വിത്തനശ്ശേരി പ്രധാന റോഡിലെ സാംസ്കാരിക കേന്ദ്രമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന NMMYMC റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി. നമ്മൾ മാത്രം അക്ഷരജ്ഞാനം നേടിയാൽ പോരാ, നമ്മുടെ വരും തലമുറയും അക്ഷരജ്ഞാനം നേടാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നിക്ഷിപ്തമാണ് എന്ന് രക്ഷിതാക്കളും അധ്യാപകരും ആവശ്യം വേണ്ടുന്നൊരു കാര്യമാണ് ഇന്ന് നടപ്പിലാകാത്തിരിക്കുന്നത്. അപ്പോൾ അക്ഷരത്തെ മനസ്സിലാക്കി കൊടുത്താൽ, അക്ഷരത്തെ ഒരു വിദ്യാർത്ഥി സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പുസ്തകത്തെയും വായനയെയും സ്നേഹിക്കാനുള്ള ഒരു ത്വര അവനുണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്.